AD 537 നിർമ്മിച്ച ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കാനുള്ള ഉത്തരവിൽ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഒപ്പുവെച്ചിരുന്നു. ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ അതാതുർക്ക് 1937 ഹഗിയ സോഫിയയെ മ്യൂസിയമാക്കി മാറ്റിയത് നിയമവിരുദ്ധമാണെന്ന് തുർക്കിയിലെ പരമോന്നത അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയായ ദ കൗൺസിൽ ഓഫ് ദി സ്റ്റേറ്റ്സ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെയാണ് ഈ വിവാദ ഉത്തരവിൽ എർദോഗൻ ഒപ്പുവെച്ചത്. ബെൻസന്റൈൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ AD 537 പണികഴിപ്പിച്ച ഹാഗിയ സോഫിയ ചർച്ച് ഓഫ് ദ ഹോളി വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നിർമ്മിതി ഓട്ടോമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പോൾ കീഴടക്കിയതോടെ മുസ്ലിം പള്ളി ആക്കി മാറ്റിയിരുന്നു. എന്നാൽ ക്രൈസ്തവരുടെ കൂടെ വികാരങ്ങളെ കണക്കിലെടുത്ത് കമാൽ അതാതുർ 1934 ഹാഗിയ സോഫിയയെ മ്യൂസിയം ആക്കി മാറ്റി. മാത്രമല്ല 1985 യുനെസ്കോ പൈതൃക പട്ടികയിൽ പെടുത്തുകയും ചെയ്തു. ഹാഗിയ സോഫിയ ദേവാലയത്തിനെ അധികം പേർക്കും അറിയാത്ത ഒരു കഥ നമ്മളോട് പറയാനുണ്ട്. 10ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ റഷ്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസി അല്ലാതിരുന്ന വ്ളാഡിമർ രാജാവിന് ഒരു ആശയം തോന്നി. മറ്റു രാജ്യങ്ങളിലേക്ക് ആളയച്ച് അവിടെ നിലവിലുള്ള ആരാധന രീതികൾ പഠിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് തന്റെ പ്രതിനിധികളെ അയക്കുക. അങ്ങനെ വ്ളാഡിമർ രാജാവ് അയച്ച പ്രതിനിധികൾ വിവിധ രാജ്യങ്ങളിൽ അന്ന് നിലവിലുണ്ടായിരുന്ന വിവിധ മത ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് നേരിട്ട് പഠിച്ച് മനസ്സിലാക്കി. എന്നാൽ അവർ കടന്നുപോയ മറ്റു മതാനുഷ്ഠാനങ്ങളിൽ ഒന്നിലും തങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം അവർ ഹാഗിയ സോഫിയ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. അവിടെ നടന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത അവർക്ക് അത് ഒരു ഹൃദയസ്പർശിയായ സ്വർഗീയ അനുഭവമായി തോന്നി. തങ്ങൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നതുപോലെയുള്ള അനുഭവം. തങ്ങൾക്ക് അനുഭവവേദ്യമായ ആ ദിവ്യാനുഭവത്തെക്കുറിച്ച് അവർ വ്ളാഡിമർ രാജാവിനോട് പങ്കുവച്ചു. ഇക്കാര്യം അറിഞ്ഞ വ്ളാഡിമർ രാജാവ് ഉടൻ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനം മുഴുവനും ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹാഗിയ സോഫിയയെ വീണ്ടും മുസ്ലിം പള്ളിയാക്കാനുള്ള തീരുമാനം അറിഞ്ഞ ഫ്രാൻസിസ് പാപ്പ ഇടറിയ ശബ്ദത്തോടെ ഇങ്ങനെയാണ് പ്രതികരിച്ചത്: ഇസ്താംബുൾ ഹാഗിയ സോഫിയയെ ഓർത്ത് ഞാൻ വളരെയേറെ വേദനിക്കുന്നു. ഹൃദയവേദനയോടെ അദ്ദേഹം പങ്കുവച്ച ആ വാക്കുകൾ ലോക മനസാക്ഷിയുടെ ശബ്ദം കൂടിയായിരുന്നു. തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം ശില്പചാതുര്യം കൊണ്ടും നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയ ഒരു ദേവാലയം കൂടിയാണ്. ആഗോള ക്രൈസ്തവർക്കും പ്രത്യേകിച്ച് യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസികൾക്കും ഏറെ വൈകാരിക അടുപ്പമുള്ള ദേവാലയങ്ങളിലൊന്നായ ഹാഗിയ സോഫിയയെയാണ് ആഗോള പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ തീവ്ര ഇസ്ലാമിക ചിന്ത വെച്ച് പുലർത്തുന്ന തയ്യിബ് എർദോഗൻ മോസ്കാക്കി മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, വരുന്ന ജൂലൈ 24 ഈ ദേവാലയം നിസ്കാരത്തിനായി തുറന്നു കൊടുക്കണമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തിയിരിക്കുന്നു. എർദോഗന്റെ തീരുമാനത്തിൽ തങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം യുനെസ്കോയും റഷ്യൻ പ്രസിഡന്റ് പുടിൻ അടക്കമുള്ള പല ആഗോള രാഷ്ട്ര തലവന്മാരും പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനിടെ ഹാഗിയ സോഫിയ മുസ്ലിം പള്ളി ആക്കി മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് തുർക്കി പ്രസിഡന്റിനെ അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടു. 110 രാജ്യങ്ങളിൽ നിന്നുള്ള 350 സഭകൾ അംഗങ്ങളായിരിക്കുന്ന പ്രസ്ഥാനമാണ് WCC. ആഗോള സഭയെ മൊത്തത്തിലും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റല്ലമായിരുന്ന യൂറോപ്പിലെ സഭകളെ പ്രത്യേകിച്ചും ഈ പതിറ്റാണ്ടിൽ സവിശേഷമായ വിധത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അതിരുവിട്ട സെക്യുലർ ചിന്തകളും യൂറോപ്പിൽ വ്യാപിക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ വ്യാപനവും ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കാൻ എർദോഗനെ പോലെയുള്ള ഭരണാധികാരികൾക്ക് ധൈര്യം നൽകുന്നില്ലേ എന്ന് ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ മതവിശ്വാസത്തിന് നേരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആശയങ്ങൾ കൊണ്ടും സഭാ പ്രബോധനങ്ങൾ കൊണ്ടും സോഷ്യൽ മീഡിയ വഴിയും ദൃശ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചും മറ്റ് സംവാദങ്ങൾ വഴിയും പ്രതിരോധിക്കുന്നവരെ വർഗീയവാദികളെന്ന് മുദ്രകുത്തുന്ന സഭയിലെ ഒരു വിഭാഗം വിശ്വാസികൾ തിരിച്ചറിയേണ്ട കാര്യം, അവർ സഹായിക്കുന്നത് ഭാവിയിൽ ഇവിടെ ഉയർന്നു വരാൻ ഇടയുള്ള എർദോഗന്മാരെയാണ് എന്ന സത്യം ഓർമ്മപ്പെടുത്താനെങ്കിലും ഹാഗിയ സോഫിയ സംഭവം കാരണമാകട്ടെ.